ശ്രീ ഹർഷിന ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ശ്രീ എം കെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചു, ആർക്കും വ്യക്തിപരമായി ഒരു നഷ്ടവും ഉണ്ടാകില്ല. വ്യക്തിപരമായ പിഴവുകൾക്ക് വ്യക്തിപരമായ നഷ്ടമുണ്ടാകില്ല, വ്യക്തിപരമായ അതിന് പകരം കൊടുക്കേണ്ടിയും വരുന്നില്ല. ഒരു ഡോക്ടറുടെയും സേവനത്തിന് ഒരു സസ്പെൻഷനിലേക്ക് ഒതുങ്ങും, പകുതി ശമ്പളം വാങ്ങി വീട്ടിലിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ഈ സസ്പെൻഷൻ കാലാവധി വിവാദങ്ങൾ അടങ്ങുമ്പോൾ അതങ്ങ് അവസാനിക്കും. ഒരു ഡോക്ടറുടെയും ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല, ആരുടെയും വിരമിക്കലിനെ ബാധിക്കില്ല, ആരുടെയും പെൻഷനെ ബാധിക്കില്ല, ആരും ജയിലിൽ പോകില്ല എന്ന ആത്മവിശ്വാസം ഉള്ളിടത്താണോ നമുക്ക് പിഴച്ചു പോകുന്നത്? പക്ഷേ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഡോക്ടേഴ്സിനെതിരോ ആരോഗ്യ പ്രവർത്തകർക്കെതിരോ അല്ല, ഒരുപാട് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിനിടയിൽ ഇതുപോലെ പിഴവുകൾ സംഭവിക്കും, മനുഷ്യ സഹജമാണ്. പക്ഷേ ആരോഗ്യ മേഖലയിലുള്ള പിഴവ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കണം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം പാടെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഓരോ വീഴ്ചകളും വരുന്നത്. സാധാരണ മറ്റു മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ പോലെയല്ല. പിന്നെ അഥവാ വീഴ്ച വന്നാൽ, ഇത്രയും വലിയ വീഴ്ച വന്നു എന്ന് സമ്മതിക്കുന്നതിനോടൊപ്പം അതിനൊരു പരിഹാരം കാണാനുള്ള ഒരു മനസ്സുകൂടെ വേണം. അല്ലാതെ അവിടെ ഒരു നടപടിയോ ഒരു പരിഹാരവും ഇല്ലാതെ അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വീഴ്ച വരുന്നുണ്ട്, അത് ഇവിടെയും വന്നോട്ടെ, അവിടെയൊക്കെ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ പരിഹാരം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ 7 വർഷത്തോളമായി അനുഭവിക്കുന്നു. 2 വർഷത്തോളമായി ഇതിൻ്റെ പുറകിൽ നടക്കുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് ഇതിനൊരു പരിഹാരത്തിന്. എവിടെ പരിഹാരം? എവിടെ? ഇപ്പോഴും അടുത്ത സർജറി ഈ ഒരു പിഴവ് മൂലം വന്നതാ. ഇത് വ്യക്തികൾക്ക്, അതായത് നമ്മളെ വീട്ടിലെത്തുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആ ഒരു ആഘാതം മനസ്സിലാവുന്നുള്ളതാണ്. ന്യായീകരിക്കാൻ ആളുകൾ ഇറങ്ങുന്നിടത്തോളം കാലം ഇതിൻ്റെ ആ ഒരു ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അത് കുറ്റം ചെയ്യുന്നവർക്ക്, എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ആ ഒരു അതിനത്രയും ലാഘവത്തോടെ കാണാനുള്ള ഒരിത് വരും എന്നുള്ളതാണ്. കാരണം ഇതിനൊരു സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഇതൊരു സർജറി ടേബിളിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്, മനുഷ്യ ജീവനാണ്. അതിനത്രയും സീരിയസ്നെസ് കൊടുക്കണം എന്നുള്ള ആ ഒരു സംഭവവും, പിന്നെ ഇതിന് ഒരു കർശനമായ നടപടി, ഈ വീഴ്ചകൾക്ക് ഒരു കർശനമായ നടപടി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ വീഴ്ചകൾ വീണ്ടും വീണ്ടും ലാഘവത്തോടെ കണ്ടുകൊണ്ട് ഇത് തുടർച്ചയായി വരുന്നു എന്നുള്ള കാരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മളെ കാര്യത്തിലാണെങ്കിൽ ICUവിൽ പീഡനത്തിന് ഇരയായ, ഇതൊക്കെ ഈ ഇരയായവർക്കാളേറെ ഇത് ചെയ്തവരാരാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് സംഘടനകളും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് മൂലം നഷ്ടം വന്നവർക്ക്, അതുമൂലം നരകിച്ച് ജീവിക്കുന്നവർക്ക് അവരെ പ്രയാസം കാണാനോ അവരെ കൂടെ നിൽക്കാനോ അല്ല ഈ ഉത്തരവാദിത്തപ്പെട്ടവരായാലും ആരോഗ്യ വകുപ്പായാലും ഈ 2-3 വിഷയങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി വന്നതും സസ്പെൻഷൻ വന്നതും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2-3 വർഷങ്ങളായിട്ട് മെഡിക്കൽ കോളേജിനെതിരെ, ആരോഗ്യവകുപ്പിനെതിരെയും പൊതുസമൂഹത്തിൽ നിന്ന് വളരെയധികം വലിയ വിമർശനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നമ്മളൊക്കെ ചെയ്യുന്ന ഈ ഒരു സമര പോരാട്ടത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഒരു നടപടി അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവുക എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട സമൂഹം, അല്ലെങ്കിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കായിരുന്നെങ്കിൽ ഇതിനൊന്നും ഒരു പരിഹാരമാവാതെ ഈ വീഴ്ചകളൊക്കെ ആ ഒരു സംഭവിച്ച കുടുംബത്തിനും ആ വ്യക്തിയിൽ ഒതുങ്ങിയിട്ട് അത് കാലാകാലം അവർ നരകിച്ച് ജീവിക്കുക എന്നല്ലാതെ ഇത് സംഭവിപ്പിച്ചവർക്കോ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, അവർക്കൊന്നും ഒരു വ്യക്തിപരമായ നഷ്ടങ്ങളും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും തുടരാനുള്ള ഒരു കാരണമായിട്ട് നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ.